പെപ്കഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഫാമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന കാഴ്ചകളാണ്. അവിടുത്തെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇതിന് കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ വയനാട്ടിൽ കാക്കവയൽ എന്ന സ്ഥലത്താണ് റാഫിക്ക് എന്ന് പറയുന്ന കർഷകൻ്റെ ഫാമാണിത്. ഇവിടെ പലതരത്തിലുള്ള കോഴികൾ, താറാവ്, വാത്ത, അതുപോലെ ഗിനിക്കോഴി, പ്രാവുകൾ, പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിവിടെ പോയിരിക്കുന്നത് താറാവിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. താറാവിനെ വാങ്ങിച്ചു. അതുപോലെ ഇവിടുത്തെ കാഴ്ചകളും കണ്ടു. മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കണ്ടാൽ നല്ല അടിപൊളിയാണ്. അതുപോലെ ഇവിടെ ഫിഷ് ഉണ്ട്, വെറൈറ്റി ടൈപ്പ് ഫിഷ് ഉണ്ട്. ഇവരിതിൻ്റെ വിൽപ്പനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇവിടെ പ്രാവുകളെയൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു കൂടുണ്ട് എന്നുള്ളൂ. ഇവർ പുറത്ത് പോകേണ്ട സമയത്ത് ഇവർ കൂട്ടിൽ നിന്ന് പുറത്ത് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് കൂട്ടിൽ തന്നെ കയറുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത്രയ്ക്കും ഫ്രീ ആയിട്ടാണ് ഇവിടെ പക്ഷികളെയൊക്കെ വിട്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ 3 താറാവുകളെയും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലൊരു ചെറിയ കുളമൊക്കെ ഉണ്ടാക്കി താറാവുകളെ നമ്മൾ അതിലേക്ക് ഇട്ടു. താറാവുകളൊക്കെ ഉഷാറായി പോകുന്നു. മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. 3 താറാവുകളെയാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് പടവലങ്ങയുടെ വിളവെടുപ്പ് കാണാം. നമ്മൾ കടയിൽ നിന്ന് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് പടവലങ്ങ വാങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്ന് വിത്തുകൾ വീണ് മുളച്ചതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമ്മൾ അതിന് വലിയ പരിചരണമൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു പന്തൽ പോലെ കെട്ടിക്കൊടുത്തു. അപ്പോൾ പൂക്കൾ വന്ന് ചെറിയ പിഞ്ച് കായ ഉണ്ടായ സമയത്ത് ഈ പേപ്പർ വെച്ചിട്ട്, ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പൊതിഞ്ഞു കൊടുത്തു. അങ്ങനെ വരുമ്പോൾ കായ്ച്ചയുടെ ശല്യം തീരെ ഉണ്ടാവില്ല. അങ്ങനെ ഈച്ചകൾ വന്നിട്ട് കുത്തില്ല പടവലങ്ങ. ഇത് ചെറിയ ടൈപ്പ് പടവലങ്ങയാണ്. അപ്പോൾ നമുക്ക് ഒരു 5-6 പടവലങ്ങ കിട്ടിയിരുന്നു. ഒത്തിരി സ്ഥലമൊന്നും ഇതിന് വേണ്ട, വളരെ കുറഞ്ഞ സ്ഥലം മതി. ഒരു ചട്ടി വെക്കാൻ പാകത്തിനുള്ള സ്ഥലം നമുക്കതിന് മതി. പിന്നെ അത് ഏതിലെങ്കിലുമൊക്കെ പടർന്ന് കയറിക്കോളും. പ്രത്യേകിച്ച് പരിചരണമൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് പടവലങ്ങ കിട്ടുകയും ചെയ്തു.
അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ ഇതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പേരയ്ക്കാണ്. കിലോ പേര എന്നാണ് ഈ ഒരു പേരയ്ക്ക് പറയുന്നത്. ഏകദേശം 1/2 കിലോ മുതൽ 1.5 കിലോ വരെ വലിപ്പം വെക്കുന്ന ടൈപ്പ് ഒരു പേരയ്ക്കാണിത്. ഉള്ളിൽ വൈറ്റ് നിറമാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. പക്ഷേ ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പുഴു വരാനുള്ള ചാൻസ് ഉണ്ട്. വേനൽക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല, നല്ല പേരയ്ക്ക് കിട്ടും. ഇനി നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന പച്ചക്കറികളും കൂടി ഒന്ന് കാണാം. നമ്മൾ കുറച്ച് പച്ചമുളക് നട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കുന്നതിനനുസരിച്ചാണ് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത്. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി പെപ്കോഫ്ലാൻഡ് വീണ്ടും എത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.